ഒരു കാലത്ത് IPL-ലെ ഏറ്റവും മികച്ചൊരു ടീം ഏതാണെന്ന് ചോദിച്ചാൽ CSK എന്നായിരിക്കും ഉത്തരം. എന്നാൽ ഇപ്പോൾ IPL-ലെ ദുരന്ത ടീമാണ് CSK. രാജസ്ഥാനോട് പോലും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഒരുവിധം എല്ലാ മാച്ചിലും ചെന്നൈ തോറ്റിരിക്കുകയാണ്. ഇന്ന് രാജസ്ഥാൻ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ ഇന്ന് CSK കളി തോറ്റ ശേഷം ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. CSK അവസാനം രാജസ്ഥാനോട് പോലും തോറ്റിരിക്കുകയാണ്. രാജസ്ഥാൻ അവസാന നിമിഷം ജയിച്ചു കയറി. ഇപ്പോഴത്തെ ഇന്ന് കളി തോറ്റ ശേഷം ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ഒരു മാച്ചെങ്കിലും എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അതിന് സാധിച്ചില്ല. CSK ടീം ശരിക്കും നാശമായിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു ടീമിനെ വെച്ച് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ടീം മൊത്തത്തിൽ അഴിച്ചുപണിയണം. CSK ടീമിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. ഇന്ന് രാജസ്ഥാനെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സഞ്ജു, സൂര്യവംശി ഇവരെല്ലാം ഒരുമിച്ച് വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് 200+ റൺസ് പ്രെഡിക്റ്റ് ചെയ്തതായിരുന്നു, പക്ഷേ ഞങ്ങൾക്കത് നേടാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കളി തോൽക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. വിചാരിച്ചതുപോലെ തന്നെ രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. ഒരു മാച്ചെങ്കിലും ഞങ്ങൾക്ക് അവസാനം ജയിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, അതിനും സാധിച്ചില്ല. അടുത്ത പ്രാവശ്യം ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് MS ധോണി വ്യക്തമാക്കി. രാജസ്ഥാനെ ആശ്വസിക്കാം, അവസാനമെങ്കിലും CSKയോട് കളി ജയിച്ചു. ഈ കളി നേരത്തെ കളിച്ചുവെങ്കിൽ രാജസ്ഥാന് പ്ലേ ഓഫിലെത്താൻ സാധിച്ചേനെ. ഒരുപാട് മത്സരങ്ങൾ ഇങ്ങനെ രാജസ്ഥാൻ കളഞ്ഞു വിളിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ടീമിൽ അഴിച്ചുപണി ആവശ്യമാണ്. രാജസ്ഥാനെ ബാറ്റിങ്ങിൽ പേടിക്കാനില്ല, എന്നാൽ മികച്ചൊരു ഫിനിഷറെയാണ് രാജസ്ഥാനിന് ആവശ്യമുള്ളത്. നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയാലും രാജസ്ഥാനെ കളി ജയിപ്പിക്കാൻ സാധിക്കുന്നില്ല. സൂര്യവംശി ഇപ്പോൾ രാജസ്ഥാൻ ടീമിൽ സെറ്റാണ്. അതുപോലെ വൺ ഡൗൺ ആയിട്ട് സഞ്ജുവുമുണ്ട്. ബൗളിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. എന്തായാലും ഇന്ന് CSK ടീമിനെതിരെ മികച്ച വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.